ചേട്ടോ വിശന്നിട്ട് വയ്യ, ഒരു ബുൾസൈ അടിച്ചാലോ? ബുൾസയോ? മുട്ട പുഴുങ്ങിയത് പോരെ? അതെന്താട്ടാ? ആ, ഒരു കാര്യമുണ്ട്, ബാ പറയാം. ഇതെന്താട്ടാ രണ്ട് തുള്ളി പിഷ്കണെന്തിനാ? അതെ, ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാലേ, വെളിച്ചെണ്ണ വില കേട്ട് കഴിഞ്ഞാലേ എന്റെ കണ്ണ് ദേ ഇതേപോലെ ബുൾസൈ പോലെ വരും. ആണോ? ആ, ഉണ്ണി പൊട്ടാതെ വയ്ക്കണേ. പിന്നെ ഉണ്ണി പൊട്ടാതെ. ഇവിടെ കുടുംബ പശ്ചാത്തലം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് അവൻ്റെ ഒരു ഉണ്ണി. നിനക്കപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ, ഈ വെളിച്ചെണ്ണ വിലയെക്കുറിച്ച്? അപ്പോൾ നമുക്കതിൻ്റെ ആ ധാരണ ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് നീ ഇത് കഴിച്ചാൽ മതി. വെളിച്ചെണ്ണ വില അപ്പോൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മില്ലുകളിലെത്തി യഥാർത്ഥ ചിത്രം ഒന്നറിയാം. ചേട്ടാ നമസ്കാരം. എങ്ങനെയാണ് വെളിച്ചെണ്ണ റോക്കറ്റ് പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇപ്പോൾ ഓണത്തിന് ഏതാണ്ട് 160 രൂപ 170 രൂപ ആ ഒരു തോതിലാണ് വെളിച്ചെണ്ണ വില നീങ്ങുന്നത്. ഓണം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വില പെട്ടെന്നുള്ള ഉയർച്ചയായിരുന്നു. 60 രൂപയോളം കയറിയിട്ടുണ്ട്. ഒരു 3-4 വർഷം കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ വില ഉയർച്ചയും താഴെയും വെളിച്ചെണ്ണ വിപണിയിൽ രേഖപ്പെടുത്താറുണ്ട്. 1.5 കിലോയിലധികം കൊപ്ര ആട്ടിയാൽ മാത്രമേ 1 കിലോയോളം വെളിച്ചെണ്ണ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ ഉയരുന്നത് മില്ലുകളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അല്ലേ? അതെ, തീർച്ചയായും. കൊപ്ര എടുക്കുമ്പോൾ 150 രൂപ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മില്ല് അടയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്? ഒന്നാമത്തെ കാര്യം കൊപ്രയുടെ വരവ് കുറഞ്ഞു, വിളവിൻ്റെ വ്യത്യാസം. രണ്ടാമത്തെ കാര്യം സർക്കാർ ഇറക്കുമതിക്ക് 20% വർധനവുണ്ടാക്കി. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ വർധനവുണ്ടായി. അപ്പോൾ മിക്ക കമ്പനിയും വെളിച്ചെണ്ണ ഉപയോഗം കൂട്ടിയപ്പോഴത്തേക്കും ഈ മാർക്കറ്റ് ഷോർട്ടേജ് വന്നു, കൊപ്ര ഷോർട്ടേജ് വന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതിസന്ധിയിൽ ആയി നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര വരവ് കുറവാണ്. ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് പോലും ക്യാൻസൽ ആയി ക്യാഷ് തിരിച്ച് മേടിച്ചിട്ടുണ്ട്. ദീപാവലി എങ്ങനെയാണ് എഫക്ട് ചെയ്തത്? ദീപാവലി ഉത്തരേന്ത്യയിലൂടെ ഈ കൊപ്ര എല്ലാം അധികം കയറി പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ബോൾ കൊപ്രകൾ ഇങ്ങനെ വാങ്ങുന്നതും കുറച്ചുമല്ല ആൾക്കാർ ഇവിടെ വന്ന്. കുറച്ചു. ഒരു 2 കിലോ മേടിക്കുമ്പോൾ 1 കിലോ മേടിക്കുന്നുള്ളൂ. 5 കിലോ മേടിക്കുന്നത് പകുതി മേടിക്കുന്നു. ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നന്നായി മനസ്സിലായേട്ടാ. ആ, എന്നാൽ കഴിച്ചോ, സൂക്ഷിച്ച് കഴിക്കണേ. ക്യാമറാമാൻ ബിനു തോമസിനും ഉനൈസിനുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.